a channel for current affairs and general knowledge. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ പാർട്ട് 3 ആണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ തന്നെ. അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. സോ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. സോ ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ നോക്കിയിരുന്നത്. വിച്ച് അഡ്വഞ്ചറർ റോട്ട് ദ ബുക്ക് നെവർ ഗിവ് അപ്പ്? ഒരിക്കലും ഉപേക്ഷിക്കാത്ത പുസ്തകം. ഇതാണ് അതിൻ്റെ മലയാള തർജ്ജമയായിട്ട് വരുന്നത്. സോ അങ്ങനെ ആ ഒരു പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബിയർ ഗ്രിൽസ്, ഓപ്ഷൻ ബി ബരാക് ഒബാമ, ഓപ്ഷൻ സി ഉസൈൻ ബോൾട്ട്, ഓപ്ഷൻ ഡി ഫാലിയസ് നരിമാൻ. സോ നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ഒരു അഡ്വഞ്ചറിൻ്റെ കാര്യമായിട്ട് ചോദിക്കുന്നത്. ഈ നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെയും പുസ്തകങ്ങൾ വേറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. സോ ഈ നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ പുസ്തകം എഴുതിയ അഡ്വഞ്ചർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബിയർ ഗ്രിൽസ് ആണ്. ഇതാ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. നെവർ ഗിവ് അപ്പ് എ ലൈഫ് ഓഫ് എ അഡ്വഞ്ചർ, ഓട്ടോബയോഗ്രഫിയാണ്. ഇത് ബിയർ ഗ്രിൽസിൻ്റെ ആണ്. നോക്കാം. സോ നമുക്ക് ഇതിൻ്റെ തന്നെ കുറച്ച് വേറെ അധികം പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ഈ ഫ്രീഡം ഇൻ എക്സൈൽ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദലൈ ലാമയാണ്. ഓക്കെ. അതുപോലെ തന്നെ ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത് യുവരാജ് സിംഗ്, ക്രിക്കറ്ററാണ്. അതുപോലെ തന്നെ ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയത് ബരാക് ഒബാമയാണ്. അതുപോലെ തന്നെ അടുത്താണ് നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞുള്ള പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയർ ഗ്രിൽസ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിരുന്നു. അടുത്താണ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിങ് മൈ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ഉസൈൻ ബോൾട്ടാണ്, സ്പ്രിൻറ്റർ. അടുത്താണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പുസ്തകം എഴുതിയത് സായി ദീപക്കാണ്. അടുത്തത് 3000 സ്റ്റിച്ചസ് എന്ന് പറഞ്ഞുള്ള പുസ്തകം എഴുതിയത് സുധാമൂർത്തിയാണ്. അടുത്താണ് സൂപ്പർ കോപ്പ് NSA അജിത് ദോവൽ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് മഹേഷ് ദത്ത് ശർമ്മയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്, ഈ അടുത്ത് വന്നതുമാണ്. അടുത്താണ് ഇൻ പർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ് എന്ന ഓട്ടോബയോഗ്രഫിയാണ്. പുസ്തകം എഴുതിയത് ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ. അടുത്താണ് ഫീൽഡ് മാർഷൽ സാം മനക്ഷ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ഹനാഡി ഫൽക്കെയാണ്. ഓക്കെ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു ബാലൻസ് എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ ചെയ്തത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. സോ ഇത് തീർച്ചയായിട്ടും നോക്കണം. അടുത്താണ് ഹു റോട്ട് ദ ബുക്ക് എ നാഷൻ ഓഫ് ഇഡിയറ്റ്സ്? ഹു റോട്ട് ദ ബുക്ക് എ നാഷൻ ഓഫ് ഇഡിയറ്റ്സ്? എ നാഷൻ ഓഫ് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞുള്ള പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഓക്കെ. സോ വിഡ്ഢികളുടെ രാഷ്ട്രം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ കെ വേണുഗോപാൽ, ഓപ്ഷൻ ബി എസ് ജയശങ്കർ, ഓപ്ഷൻ സി ദക്ഷ് ത്യാഗി, ഓപ്ഷൻ ഡി തോമസ് ഹാർട്ടി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ദക്ഷ് ത്യാഗിയാണ് ഈ നാഷൻ ഓഫ് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഓക്കെ. സോ നാഷൻ ഓഫ് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ദക്ഷ് ത്യാഗിയാണ്. ഇനി വേറെ കുറച്ച് ആൾക്കാരുടെ പുസ്തകങ്ങളും കൂടി നമുക്ക് നോക്കാം. സോളി സോറബ്ജി എ ലൈഫ് ആൻഡ് ടൈംസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ അഭിനവ് ചന്ദ്രചൂഡാണെന്ന് നോക്കാം. അടുത്തതാണ് ഇന്ത്യൻ എമർജൻസി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് കുമാർ കിൻഷുക്കാണ്. ഓക്കെ. അടുത്തത് MK നമ്പ്യാർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷണറി എന്ന പുസ്തകം എഴുതിയത് KK വേണുഗോപാലാണ്. തീർച്ചയായിട്ടും അത് നോക്കി നോക്കുക. അടുത്താണ് ദ ടാറ്റാസ് ഹൗ എ ഫാമിലി ബിൽഡ് എ ബിസിനസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ഗിരീഷ് കുബറാണ്. അടുത്തതാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് TR അന്ത്യാർജുനയാണെന്ന് നോക്കാം. അടുത്താണ് എ നാഷൻ ഓഫ് ഇഡിയറ്റ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എ നാഷൻ ഓഫ് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ദക്ഷ് ത്യാഗിയാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ S ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി. ഓക്കെ. ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ അല്ലേ. സോ S ജയശങ്കർ എഴുതിയ പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ്. അടുത്താണ് ഹിന്ദുസ് ഇൻ ഹിന്ദു രാഷ്ട്ര എന്ന പുസ്തകം എഴുതിയത് ആനന്ദ് രഞ്ജാനന്ദൻ ആണെന്ന് നോക്കാം. ഓക്കെ. ആനന്ദ് രഞ്ജാനന്ദൻ ആണെന്ന് നോക്കാം. അടുത്താണ് റിട്ടേൺ ഓഫ് നേറ്റീവ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് തോമസ് ഹാർഡിയാണ്. അടുത്താണ് കോർട്ട് റൂം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ക്വിൻറ്റിൻ റെയ്നോൾഡ് ആണ്. ഓക്കെ. കോർട്ട് റൂം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ക്വിൻറ്റിൻ റെയ്നോൾഡ്. അടുത്താണ്
ഹൂ ഫ്രോട്ട് ദ ബുക്ക് ബുദ്ധ ഓർ കാൾ മാർക്സ്? ബുദ്ധ ഓർ കാൾ മാർക്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ജോർജ് ആഡംസ്, ഓപ്ഷൻ ബി ലീല സേത്ത്, ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ ഡി ഫാലി എസ് നരിമാൻ. ബുദ്ധ ഓർ കാൾ മാർക്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ബി ആർ അംബേദ്കറിൻ്റെ വേറെയും പുസ്തകങ്ങളുണ്ട്, നമുക്ക് നോക്കാം. അതിനു മുമ്പ് യു ക്യാൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ആഡംസ് ആണ്. ഓക്കെ, യു ക്യാൻ നിങ്ങൾക്ക് ചെയ്യാം. യു ക്യാൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ജോർജ് ആഡംസ് ആണ്. അടുത്തതാണ് ലീല സേത്ത് എഴുതിയ പുസ്തകമാണ് ഓൺ ബാലൻസ് അല്ലെങ്കിൽ ടോക്കിംഗ് ഓഫ് ജസ്റ്റിസ്. ഇത് രണ്ടും ലീല സേത്തിൻ്റെ പുസ്തകമാണ്. അടുത്താണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി.എൻ. ശേഷനാണ്, മുൻ ഇലക്ഷൻ കമ്മീഷണർ. അടുത്താണ് മീര ചന്ദ എഴുതിയ പുസ്തകമാണ് മാഡം കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മീര ചന്ദ. അടുത്താണ് ഫാലി എസ് നരിമാൻ. സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ടുള്ള ഫാലി എസ് നരിമാൻ്റെ കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ 2, ഗോഡ് സേവ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട്. 3, ഇന്ത്യാസ് ലീഗൽ സിസ്റ്റം. 4, ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ്. അതുപോലെ തന്നെ ഡിലൈറ്റ്ഫുൾ മിസ്റ്റർ ദഫ്താരി. ഇതൊക്കെ ഫാലി എസ് നരിമാൻ്റെ പുസ്തകങ്ങളാണ്. ഓക്കെ, യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ 1, പിന്നെ ഗോഡ് സേവ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട്, 3, ഇന്ത്യാസ് ലീഗൽ സിസ്റ്റം, 4, ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ്, 5, ഡിലൈറ്റ്ഫുൾ ദഫ്താരി. ഇതൊക്കെ ഫാലി എസ് നരിമാൻ്റെ പുസ്തകങ്ങളാണ്, നോക്കി വെക്കണം. അടുത്തതാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ ബി ആർ അംബേദ്കറിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാറ്. 1, ബുദ്ധ ഓർ കാൾ മാർക്സ്. ഇത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഓക്കെ, ബുദ്ധ ഓർ കാൾ മാർക്സ്. അതുപോലെ തന്നെ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഇതും ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അതുപോലെ തന്നെയാണ് കാസ്റ്റ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ അനീലേഷൻ ഓഫ് കാസ്റ്റ്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാട്ടോ. ഈ 21 എണ്ണം ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്, നമ്മൾ നോക്കണം. അടുത്തതാണ് പ്രോബ്ലം ഓഫ് റുപ്പി, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ വിസ, ട്രയംഫ് ഓഫ് ബ്രാഹ്മിനിസം, പിന്നെ റനാഡെ ഗാന്ധി ആൻഡ് ജിന്ന, സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റി, ഹൂ വർ ശൂദ്രാസ്, ഫിലോസഫി ഓഫ് ഹിന്ദുയിസം, റിഡിൽസ് ഓഫ് ഹിന്ദുയിസം, ഫെഡറേഷൻ വേഴ്സസ് ഫ്രീഡം, ഭാരത് കാ സംവിധാൻ, കമ്മ്യൂണൽ ഡെഡ്ലോക്ക്, അൺടച്ചബിൾസ്, വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഡൺ ടു അൺടച്ചബിൾസ്, എവിഡൻസ് ബിഫോർ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ, ജോൺ പന്ത് കവ് വിനാഷ്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഓക്കെ, 21 എണ്ണം ഉണ്ട്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നോക്കി വെക്കണം. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയും ഇനി ഏറും. സോ ഈ 21 പുസ്തകങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പുസ്തകങ്ങൾ. നമ്മൾ ഏതാണ്ട് 50ഓളം പുസ്തകങ്ങളെ പറ്റിയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതായത് ബി ആർ അംബേദ്കറിൻ്റെ 21 പുസ്തകങ്ങളും പിന്നെ ഒരു 2 സ്ലൈഡിൽ നമ്മൾ 10 വെച്ചിട്ട് നമ്മൾ വേറെയും കവർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കൂടി കൂട്ടിയാൽ 41 ചുരുങ്ങിയത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ടുള്ള വേറെ കുറച്ച്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാലി എസ് നരിമാൻ്റെ ഒരു 5 പുസ്തകം, പിന്നെ ഒരു 3 എക്സ്ട്രാ, അങ്ങനെ മൊത്തം ഒരു 50 പുസ്തകങ്ങൾ നമ്മൾ ഈ പാർട്ട് 3 കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാർട്ട് 3-ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. ഇതിലൊരു 50 പുസ്തകങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളൊരു പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. അതിലൊരു 50ഓളം ബുക്സ് ആൻഡ് ഓതേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർട്ട് 1 അതിൽ ഒരു 50ഓളം പുസ്തകങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ 3 വീഡിയോയിലൂടെ നമ്മളൊരു 150 പുസ്തകങ്ങളും അവരുടെ ഓതേഴ്സിനെയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള പാർട്ട്, ഇത് ഞാൻ പറഞ്ഞു, ഇത് പാർട്ട് 3 ആണ്. ഓക്കെ, ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ പാർട്ട് 3 ആണ്. ഇതിന് മുന്നുള്ള പാർട്ട് 1-ഉം പാർട്ട് 2-ഉം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കയറുക. ഓക്കെ, നമ്മുടെ ചാനൽ കയറിയാൽ അതിൽ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെ കാണാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു ഇട്ടിരിക്കുന്നത്, പ്ലേലിസ്റ്റ് പോലെ. സോ ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാം പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇനി നമ്മൾ ഇടുന്ന പാർട്ട് 3-യും ഇതിൽ കിടക്കും. സോ ഇത് മുന്നത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം. മാത്രമല്ല ഇതിൻ്റെ പാർട്ട് 1-ൻ്റെയും പാർട്ട് 2-ൻ്റെയും
മുൻ വീഡിയോ യൂട്യൂബ് വീഡിയോ എന്താ വെച്ചാൽ അതും നമ്മൾ നമ്മുടെ ഈ പാർട്ട് 3 ഈ വീഡിയോൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക്. സോ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2ൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾക്ക് കാണാം. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ ബുക്സ് ആൻഡ് ഓതേഴ്സ് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് ബുക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോയിലൂടെ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.